ഏതായാലും ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഉറച്ചു തന്നെയാണ്. ഹൈക്കമാൻഡ് കൃത്യമായ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. ഏത് പ്രധാന പദവിയാണ്, സുപ്രധാന പദവിയാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ളൊരു സീനിയർ ലീഡർക്ക് നൽകുക. ഇന്നലെ വി ഡി സതീശന് മുഖ്യമന്ത്രി പദവി നൽകിക്കൊണ്ടുള്ള അറിയിപ്പ്, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ചുകൊണ്ട് ഖാർഗെയും രാഹുൽ ഗാന്ധിയും വിളിച്ചപ്പോൾ എന്തുറപ്പ് നൽകിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഏതായാലും ഇന്നത്തെ UDF യോഗം നിർണായകമാണ്. നിലവിൽ 12 മന്ത്രിമാരെയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 12 കൂടാതെ ബാക്കിയുള്ള 9 മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് UDF യോഗത്തിന് ശേഷം അക്കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുക. ഏതായാലും അടുത്ത കീറാമുട്ടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് രൂപമെടുത്തിരിക്കുന്ന ആദ്യത്തെ കീറാമുട്ടി രമേശ് ചെന്നിത്തല തന്നെയാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും രമേശ് ചെന്നിത്തലയുടെ വിഷയത്തിൽ രമേശ് ചെന്നിത്തല കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി തീരുമാനം ദീപാദാസ് മുൻഷി പ്രഖ്യാപിച്ച ഉടൻ തന്നെ വഴുതക്കാടുള്ള വീട്ടിൽ നിന്നും മാധ്യമങ്ങളോ പ്രവർത്തകരോ ആരും അറിയാതെ അദ്ദേഹം വീട്ടിൽ നിന്നും തലസ്ഥാനത്ത് നിന്ന് മടങ്ങുകയുമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നേരെ ഹരിപ്പാട് പോകുന്നു, പിന്നീട് ഗുരുവായൂർ പോകുന്നു. ഇന്നിപ്പോൾ തിരിച്ചെത്തിയപ്പോഴാകട്ടെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ 3 ഇടങ്ങളിലായിട്ടാണ് പ്രതികരണം ആരാഞ്ഞത്. ഒന്ന് ഗുരുവായൂരിൽ, പിന്നൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ, മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതുപോലെ വഴുതക്കാട് വസതിയിൽ. ഇവിടെ തരത്തിൽ പുതിയ വിഷയങ്ങളിലേക്കുള്ള പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. താൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ AICCയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ അദ്ദേഹത്തോട് ഈ മന്ത്രിസഭയിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയുക്ത മുഖ്യമന്ത്രി അങ്ങയെ ബന്ധപ്പെട്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറല്ല. അതോടൊപ്പം തന്നെ കൂട്ടിവായിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ, അതായത് ചെന്നിത്തലയുടെ വഴുതക്കാടുള്ള വസതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ VD സതീശന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു വിവരം അതേ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞാണ് ചെന്നിത്തല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തന്റെ ഒരു ബന്ധുവിനെ കാണാനാണ് എന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വഴുതക്കാടുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അത് AICC തലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കാരണം ചെന്നിത്തല കടുത്ത പ്രതിഷേധത്തിലാണ്. ചെന്നിത്തല പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ പോര് നടക്കുമ്പോൾ ഒരു തരത്തിലും താൻ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന നടപടി അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനായി പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും തന്നെ അവഗണിക്കുന്ന നിലപാട് മാത്രമാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ പോലും ചെന്നിത്തലയ്ക്ക് ലഭിക്കില്ല എന്നുള്ള ചില സൂചനകൾ ചെന്നിത്തലയ്ക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇനി മന്ത്രിസഭയിലേക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ചെന്നിത്തല എത്തിയത് എന്നുള്ളതാണ്. അതാണ് ഷീജ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഷീജ ചൂണ്ടിക്കാട്ടിയ പ്രധാന വിവരം തന്നെയാണ്. എന്തുകൊണ്ട് ചെന്നിത്തലയുടെ നീരസം എന്ന ചോദ്യത്തിന് മന്ത്രി പദവി, അതായത് മുഖ്യമന്ത്രി പദവി ഒഴിവാക്കിയപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പ് ലഭിക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ. ഹൈക്കമാൻഡ് ഒരുപക്ഷെ അത്തരത്തിൽ ഉറപ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ വിവരം ഷീജ പങ്കുവെക്കുന്നതാണ്. പ്രധാനപ്പെട്ട വകുപ്പ് പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അതാണ് അദ്ദേഹത്തിന്റെ നീരസത്തിന്റെ അടിസ്ഥാനം, അല്ലേ? തീർച്ചയായും സ്വാഭാവികമായും അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല സിജു. കാരണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ശരിയാണ്, അദ്ദേഹം മുതിർന്ന നേതാവാണ്, ഇതിന് മുൻപ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു അടുത്ത കോൺഗ്രസ് മന്ത്രിസഭ വരുമ്പോൾ അതിൽ അർഹമായ ഒരു പ്രാധാന്യം, അതിൽ പ്രധാനപ്പെട്ട വകുപ്പ് കാര്യമാണ് ചെന്നിത്തല പറയുന്നത്. അപ്പോൾ ആ അർഹതപ്പെട്ട വകുപ്പ് പോലും തനിക്ക് ലഭിക്കാത്തൊരു പശ്ചാത്തലം ഉണ്ടാവുകയാണെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് രമേശ് ചെന്നിത്തല നൽകുന്നത്. കാരണം പ്രധാനപ്പെട്ട വകുപ്പല്ല ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് എന്നുള്ളൊരു സൂചന തന്നെയാണ് ചെന്നിത്തലയ്ക്കും ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നതും അതുമായി മുന്നോട്ട് പോകുന്നതും. ഈ ഒരു ഏത് രീതിയിൽ ഇനി ചെന്നിത്തലയെ അനുനയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. പ്രത്യേകിച്ചും AICC ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ചെന്നിത്തല ഏത് ഫോർമുലയിൽ വഴങ്ങും എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. പക്ഷെ നിലവിൽ നമ്മൾ ചെന്നിത്തലയോട് അടുത്ത വൃത്തങ്ങളോടും സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഇനി താൻ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ചെന്നിത്തല എന്നുള്ളത് തന്നെയാണ്.